ഓം ശ്രീനാരായണ പരമഗുരവേ നമ. മനസദസ്സിന് വന്ദനം. ഗുരുദേവൻ 1914 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് രചിച്ച ഉദ്ബോധനാത്മക കൃതിയാണ് ജാതി നിർണയം. 12ഓളം വരുന്ന ഗുരുദേവൻ്റെ ഉദ്ബോധനാത്മക കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമാണ് ജാതി നിർണയം. പൊതുസമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതും വാദപ്രതിവാദങ്ങൾക്ക് വേദി ഒരുക്കുകയും ചെയ്ത ഒരു കൃതിയാണ് ജാതി നിർണയം. നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നീതിബോധമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ ഗുരുദേവൻ്റെ ഉദ്ബോധനാത്മക കൃതികൾക്ക് സാധിക്കും. ആർദ്രത, അഹിംസ, അനുകമ്പ, ദയ തുടങ്ങിയ മനുഷ്യ ജീവിതത്തിൻ്റെ സഹജഭാവങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ ഗുരുദേവൻ്റെ കൃതികളുടെ പഠനം ആവശ്യമാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും, നല്ലതല്ല മനുഷ്യൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്ന ഉത്തമം, ഇവയെല്ലാം ഇതിന് ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ വിഭാഗീയതകളെയും അടിമ ഉടമ ചിന്താഗതികളെയും അധാർമികതയെയും തുടച്ചു മാറ്റി മൂല്യബോധമുള്ള വ്യക്തികളെയും അതുവഴി സമൂഹത്തെയും രൂപപ്പെടുത്തുന്നതിന് ഗുരുദേവൻ്റെ ഉദ്ബോധനാത്മക കൃതികളുടെ പഠനം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കൃതികളുടെ കാലിക പ്രസക്തി വളരെ വലുതാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി സമ്പ്രദായത്തിൻ്റെ നിരർത്ഥത ഗുരുദേവൻ തത്വചിന്തയുടെയും ആധുനിക ശാസ്ത്രചിന്തയുടെയും അടിസ്ഥാനത്തിൽ സുവ്യക്തമാക്കുകയാണ് ജാതി നിർണയം എന്ന കൃതിയിലൂടെ. എന്താണ് ജാതി, എന്തല്ല ജാതി എന്ന് ഗുരുദേവൻ ഇതിൽ വ്യക്തമാക്കുന്നു. ഈ കൃതിയിൽ 6 ശ്ലോകങ്ങളാണുള്ളത്. ആദ്യത്തെ ശ്ലോകം സംസ്കൃതത്തിലും തുടർന്നുള്ള 5 ശ്ലോകങ്ങൾ ശുദ്ധമായ മലയാളത്തിലുമാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. പറയുന്ന കാര്യങ്ങൾ ചുരുക്കി പറയുന്നതിനും സംശയരഹിതമായി അവതരിപ്പിക്കുന്നതിനുമാണ് സംസ്കൃതത്തിൽ രചിച്ചത് എന്ന് കരുതപ്പെടുന്നു. എന്നാൽ സംസ്കൃതം ദേവാനാം ഭാഷ ഇത് എന്നാണ് പറയുന്നത്. ബ്രാഹ്മണരുടെ ഭാഷയാണ് സംസ്കൃതം. ഗുരുദേവൻ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ വിദ്യാസമ്പന്നരായ എല്ലാവരും തന്നെ സംസ്കൃത ഭാഷ വശമാക്കിയിരുന്നു. എന്നാൽ സമുദായത്തിൻ്റെ മേലേക്കിടയിലുള്ള ബ്രാഹ്മണനും താഴേക്കിടയിലുള്ള പറയൻ ഉൾപ്പെടെയുള്ള ജാതികൾ സംസാരിക്കുന്ന മലയാള ഭാഷയും ആ 2 ധ്രുവങ്ങളെയും ഒന്നിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഗുരുദേവൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി വേണം ഇതിനെ കരുതുവാൻ. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവാം യഥാ ന ബ്രാഹ്മണാതീത ശൈവം ഹാ തത്വം വ്യക്തി ഹോ അപിന എന്ന് പറഞ്ഞാൽ, മനുഷ്യരുടെ ഇടയിൽ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ജാതി ഭേദത്തെ ഗുരുദേവൻ യുക്തിപൂർവം നിഷേധിക്കുകയാണ് ഈ കൃതിയിലൂടെ ചെയ്യുന്നത്. മനുഷ്യന് മനുഷ്യത്വം എന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ എന്നും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങിയ പദങ്ങൾ ജാതിയെ കുറിക്കുന്നവയല്ല എന്നും ഗുരുദേവൻ സ്ഥാപിക്കുന്നു. ഗുരുദേവൻ ആട്ടിപ്പുറത്താക്കിയ ജാതി പിശാചിനെ പുറംവാതിലിലൂടെ പ്രവേശിപ്പിക്കാനുള്ള നവീന വർണ്ണ അഭിമാനികളുടെ ശ്രമത്തെ ഈ കൃതിയിലൂടെ ഗുരുദേവൻ ചെറുത്തു നിൽക്കുകയാണ്. ഗോക്കൾക്ക് ഗോത്രം എപ്രകാരമാണോ അപ്രകാരമാണ് മനുഷ്യർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ജാതി മാത്രമേ ഉള്ളൂ. ബ്രാഹ്മണാദി എന്ന് പറയുന്നത് ഒരിക്കലും ജാതിയെ കുറിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നു. ജാതി എന്ന് പറഞ്ഞാൽ ജനനാലുള്ളത് എന്നാണ് അർത്ഥം. ജനനാലുള്ളത് എന്ന് പറഞ്ഞാൽ
മരണം വരെ പിന്തുടരുന്നത്. ഒരു വർഗത്തെ സംബന്ധിച്ച് ജനലാനുള്ളതും മരണം വരെ പിന്തുടരുന്നതുമായ രൂപം എന്തോ അതാണ് ജാതി നിർണയത്തിന് അടിസ്ഥാനം. അപ്രകാരം ചിന്തിക്കുമ്പോൾ മനുഷ്യന് ജനനാലുള്ളതും മരണം വരെ പിന്തുടരുന്നതുമാകുന്ന രൂപം എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്. അതുകൊണ്ട് ഒരേ ആകൃതിയുള്ള അല്ലെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും മനുഷ്യജാതി എന്ന ഒരു ജാതിയിൽ പെടുത്താമെന്ന് ഗുരുദേവൻ സ്ഥാപിക്കുകയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതെ. മനുഷ്യന് ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവും ഒരേ ഒരു ഉത്ഭവസ്ഥാനവും ആണുള്ളത്. ഒരേ ആകാരം, ഒരേ രൂപവും ആണുള്ളത്. ഇതിൽ യാതൊരു ഭേദവുമില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് ഗുരുദേവന്റെ പ്രസിദ്ധമായ ഒരു സൂക്തമാണ്. ഇവിടെ ഒരു ജാതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യജാതി എന്നാണ്. ഒരു മതം എന്ന് പറയുന്നത് ആത്മസുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് മതം. തൻ്റെ അന്തരാത്മാവിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത അറിവാണ് ദൈവം. എല്ലാ മനുഷ്യരും മനുഷ്യ സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നത്. അതുകൊണ്ട് ഒരേ ഒരു ആകാരത്തിൻ്റെ കാര്യത്തിൽ ഏകത്വമുണ്ട്. ഒരാകാരം, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് എല്ലാ മനുഷ്യരും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരേ ജാതിയിൽ പെടുന്നവരാണ് എന്ന് നമുക്ക് ഗണിക്കാവുന്നതാണ്. മൂന്നാമത്തെ ശ്ലോകം, നരജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി, ഒരു ജാതി ഇതോർക്കുകയിൽ നരജാതിയിലുള്ളതാണ്. എല്ലാ സന്തതികളും ഈ ഭൂമിയിൽ പിറന്നു വീഴുന്നത് മനുഷ്യ സ്ത്രീയിൽ നിന്നുമാണ്. അത് ആ ഒരു കാര്യം മാത്രം ഓർത്താൽ എല്ലാ മനുഷ്യരും ഒരേ ജാതിയിൽ പെടുന്നവരാണെന്ന് നമുക്ക് ഗണിക്കാവുന്നതേ ഉള്ളൂ. ഇത് തന്നെ ഗുരുദേവൻ അല്പം കൂടി വ്യക്തമാക്കുകയാണ്. നരജാതിയിൽ നിന്നത്ര പിറന്നിടുന്നു വിപ്രനും, പറയൻ താനും എന്തുള്ളൊരു അന്തരം നരജാതിയിൽ. നമ്മുടെ സാമൂഹ്യ ഘടനയുടെ ഉന്നതത്തിലുള്ള ബ്രാഹ്മണനായാലും പറയനായാലും എല്ലാവരും ജയിക്കുന്നത് ഒരേ മനുഷ്യസ്ത്രീയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവരെല്ലാം മനുഷ്യ സന്തതികളാണ്, മനുഷ്യത്വമെന്ന ഒരേ ജാതിയിൽ പെടുന്നവരാണെന്ന് ഗുരുദേവൻ ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് ഈ കൃതിയിൽ ചെയ്യുന്നത്. എന്നാൽ സമൂഹത്തിൽ ഉയർന്നവരെന്ന് കരുതപ്പെടുന്ന ചിലർ, താഴ്ന്നവരെന്ന് കരുതപ്പെടുന്ന ചിലരിൽ നിന്നും ജനിച്ചതായി നമ്മളുടെ പുണ്യപുരാണങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂക്ഷിച്ച മുനി കൈവർത്ത കന്യയിൽ. അതായത് അദൃശ്യന്തി എന്ന് പറയുന്ന പറയശ്രീയില് ശക്തിമുനിക്ക് ജനിച്ച പുത്രനാണ് പരാശര മഹാമുനിയെങ്കിൽ, പരാശര മഹാമുനിക്ക് സാവിത്രി എന്ന മുക്കുവസ്ത്രീയിൽ വേദവ്യാസനും ജനിക്കുന്നു. ജാതിഭേദം യാഥാർത്ഥ്യമായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഉന്നത ജാതിക്കാരന് ഒരു താണ ജാതിയിൽ സന്തതികൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായതുകൊണ്ട് ജാതിഭേദമില്ല എന്ന് നമുക്ക് തീർത്തും പറയാവുന്നതാണ്. ഇതേ ആശയം തന്നെയാണ് ചണ്ടാലിതന്മയിൽ ദ്വിജന്റെ ബീജപിണ്ഡത്തിന് ഊഷരമാണോ എന്ന് ബുദ്ധഭഗവാൻ വിളിച്ചു ചോദിക്കുന്ന ചോദ്യവും. ബുദ്ധഭഗവാൻ ഏതാണ്ട് 2500 വർഷങ്ങൾക്കപ്പുറം ജാതിയില്ല എന്ന് പറഞ്ഞ മഹാദേവനാണ്. ഇല്ലാ ജാതിയിൽ ഒന്നുണ്ടോ വല്ലതും ഭേദമോർക്കുകയിൽ ചൊല്ലേറും വ്യക്തിഭാഗത്തിലല്ലോ ഭേദമിരിപ്പത്. ഇവിടെ ജാതി എന്ന് പറയുന്നത് സാമാന്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിൽ വ്യക്തി വിശേഷത്തെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ജാതിയിൽ ഒരു മാറ്റവും ഇല്ല, വ്യക്തിയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. അതായത് ഗോത്രം എന്ന് പറഞ്ഞാൽ ഗോസാമാന്യമാണെങ്കിൽ
അവിടെ സിന്ധി പശു, കലാശി പശു എന്നൊക്കെ പറയുമ്പോൾ അവിടെ വ്യക്തി ഭേദം ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഗുരുദേവൻ ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഏതാണ്ടൊരു ആവർത്തനം തന്നെയാണ് ആശയപരമായി ഈ 6ാമത്തെ ശ്ലോകത്തിലും വന്നു കൂടുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ പുതിയ പ്രസിദ്ധീകരണങ്ങളിലൊന്നും ഈ 6ാമത്തെ ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കില്ല. അത് ഗുരുദേവൻ വിട്ടുകളഞ്ഞു എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ഗുരുദേവൻ്റെ ഈ ചെറിയ കൃതി നന്നായി വായിച്ചു മനനം ചെയ്യുന്ന ഏതൊരാൾക്കും ഈ ജാതി പിശാചിൻ്റെ പിടിയിൽ നിന്നും മോചനം നേടാമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ചെറുകൃതി നമ്മളുടെ സാംസ്കാരിക മണ്ഡലത്തിൽ എന്നും ഒരു കെടാവിളക്കായി ശോഭിക്കുക തന്നെ ചെയ്യും. പണ്ട് മദ്രാശിയിലെ നിയമനിർമ്മാണ സഭയിൽ ഗുരുദേവൻ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അവിടുത്തെ അധകൃത വർഗത്തിൻ്റെ പ്രതിനിധി ഗുരുദേവനോട് പറയുകയുണ്ടായി, ജാതി ഭേദം ഇല്ല എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരും മറ്റ് ഉയർന്ന ജാതിക്കാരും ആരും സമ്മതിച്ച് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ അതിൽ പറഞ്ഞ മറുപടി, ഒരു പട്ടിക്കൊരു പട്ടിയെ കണ്ടാൽ മനസ്സിലാവും, ഏതൊരു മനുഷ്യനും ഒരു മനുഷ്യനെ കണ്ടാൽ, ഏതൊരു മൃഗത്തിനും ഒരു മൃഗത്തെ കണ്ടാൽ മനസ്സിലാവും, പക്ഷേ മനുഷ്യന് സംശയമാണ്. അത് ഒരു മൃഗത്തിനുള്ള വകതിരിവ് പോലും ഒരു മനുഷ്യനില്ല എന്ന് പറഞ്ഞ് ഗുരുദേവൻ വ്യസനിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം.